അനിതേ, എനിക്കിന്ന് നല്ല മൂഡ് തോന്നുന്നു. എപ്പോഴും ഞാനല്ലേ നിന്നോട് അങ്ങോട്ട് വന്ന് ഓരോന്ന് ചെയ്യുന്നത്. ഇത്തവണ നീ എനിക്ക് എന്തെങ്കിലും ചെയ്തതാ. ഹരീഷ് തൻ്റെ അടുത്ത് തിരിഞ്ഞു കിടക്കുന്ന ഭാര്യയുടെ ശരീരത്തിൽ തൻ്റെ ശരീരം മുട്ടിച്ചു. നിങ്ങൾക്ക് എന്താ ഇന്ന് പതിവില്ലാത്ത ഒരു ഇളക്കം? എന്നെ കൊണ്ടൊന്നും വയ്യ. മര്യാദയ്ക്ക് അവിടെ കിടക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നീ എൻ്റെ ഭാര്യയല്ലേ? അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴെങ്കിലും എൻ്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് നിന്നിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ തന്നെ ഒരു മൂടില്ലാതെ ശവം പോലെ കിടന്നു തരും. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. നിങ്ങളെപ്പോലെ AC-യിലിരുന്നുള്ള ജോലിയല്ല എനിക്കിവിടെ. രാവിലെ 5 മണിക്ക് എണീറ്റാൽ രാത്രി 10 മണി വരെ മനുഷ്യൻ്റെ നടു ഒടിയുന്ന പണിയാണ് ഇവിടെ ഉള്ളത്. എല്ലാം കഴിഞ്ഞൊന്ന് കിടക്കാനായി വരുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടി സാധിപ്പിച്ചു തരാൻ എനിക്കൊരു മൂടും തോന്നില്ല. ഭാര്യയുടെ മറുപടി കേട്ട് ഹരീഷിന് ആകെ നിരാശ തോന്നി. നീ എന്താ എപ്പോഴും ഇങ്ങനെ? ഞാനവിടെ AC-യിലിരുന്ന് പണിയെടുക്കുന്ന കാശ് കൊണ്ടാ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അത് നീ മറക്കണ്ട. AC-യിലിരിക്കുന്നെന്ന് കരുതി എൻ്റെ കഷ്ടപ്പാടിനൊന്നും ഒരു കുറവുമില്ല. നീ കഷ്ടപ്പെടുന്നതിൻ്റെ മറ്റൊരു രീതിയിൽ ഞാൻ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അതങ്ങനെ എൻ്റെ കഷ്ടപ്പാട് കാണാൻ നിനക്ക് കണ്ണില്ലല്ലോ. നിനക്കെന്ന് നിൻ്റെ കാര്യം മാത്രം. മര്യാദയ്ക്ക് ഇങ്ങോട്ട് നീങ്ങിക്കിടന്നു. അത്രയെങ്കിലും എനിക്ക് വേണ്ടി നീ ചെയ്യ്. മുഷിച്ചിലൂടെ പറഞ്ഞുകൊണ്ട് ഹരീഷ് അനിതയെ തൻ്റെ അടുത്തേക്ക് വലിച്ചു. അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് മാസം 1 കഴിഞ്ഞപ്പോൾ അനിതയ്ക്ക് ശാരീരിക ബന്ധത്തിലൊന്നും ഒരു താല്പര്യമേ ഇല്ലാതായി. ഹരീഷിന് പക്ഷെ അങ്ങനെയല്ലായിരുന്നു. അവൻ അവളോട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒക്കെ ഒരു മൂടും ഇല്ലാതെ അവൾ കിടന്നു കൊടുക്കും. അതങ്ങനെ ആവർത്തിക്കുമ്പോൾ ഹരീഷിന് മടുപ്പ് വന്നു തുടങ്ങി. അവളെ ഒന്ന് മൂടാക്കണമെന്ന് കരുതി ഇത്തവണ ഹരീഷ് അവളിലെ പെണ്ണിനെ ഉണർത്താൻ ശ്രമിച്ചു. അവൻ്റെ കൈവിരലുകൾ അവളുടെ ശരീരത്തിലൂടെ സഞ്ചരിച്ചു. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എനിക്ക് മൂഡ് വരില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ട് വേഗം കിടന്നുറങ്ങാൻ നോക്ക്. എനിക്കൊന്ന് ഉറങ്ങണം. തൻ്റെ മാരടങ്ങൾ പിടിച്ച് ഞെരിക്കുന്ന അവൻ്റെ കൈകൾ അനിത തട്ടിമാറ്റി. അതോടെ ഹരീഷിന് കലി കയറി. നീ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എൻ്റെ ആഗ്രഹം തീർക്കാൻ വല്ല പെണ്ണുങ്ങളുടെ അടുത്ത് പോകും. നിനക്കൊരു കുറവും വരുത്താതെ നോക്കിയാലും ബെഡ്റൂമിൽ എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നിനക്ക് വയ്യ. അങ്ങനെ വേറെ പെണ്ണുങ്ങളുടെ ചൂട് തേടി പോകണമെങ്കിൽ പൊയ്ക്കോ. വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. അങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. അനിതയും വിട്ടുകൊടുത്തില്ല. അതോടെ ആ രാത്രി ഹരീഷും അനിതയും വഴക്കിട്ട് പിണങ്ങി. കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഹരീഷ് അവളെ ശല്യം ചെയ്യാനേ വന്നില്ല. അനിത രാത്രികളിൽ സുഖമായി കിടന്നുറങ്ങി. ഭർത്താവിൻ്റെ ലൈംഗിക താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് അവൾക്ക് യാതൊരു ചിന്തയുമില്ലായിരുന്നു. താൻ അയാൾക്ക് മക്കൾക്കും വേണ്ടിയല്ലേ രാവിലെ എണീച്ച് ചോറും കറികളും ഉണ്ടാക്കി അവരുടെ തുണികളും നനച്ച് വീടും വൃത്തിയാക്കി ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നത്. എല്ലാ പണിയും കഴിയുമ്പോൾ നടുവേദനയും തുടങ്ങും. പിന്നെ ഒന്ന് കിടന്നാൽ മതി എന്നായിരിക്കും തോന്നുക. അതിൻ്റെ ഇടയ്ക്ക് അയാളുടെ ഇഷ്ടം കൂടി സാധിച്ചു കൊടുക്കാൻ തോന്നാറേയില്ല. AC-യിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വീട്ടിലെ പെണ്ണുങ്ങളുടെ കഷ്ടപ്പാട് അറിയണ്ടല്ലോ എന്നതാണ് അനിതയുടെ ചിന്ത. ദിവസങ്ങൾ കടന്നുപോയി. ഹരീഷ് ജോലി ചെയ്യുന്ന ഓഫീസിൽ പുതിയതായി ഒരു സ്റ്റാഫ് വന്നു. പേര് ഇന്ദു. ഹരീഷ് വളരെ പെട്ടെന്ന് ഇന്ദുവുമായി അടുത്തു. വീട്ടിൽ വന്നാൽ അനിതയുടെ അവഗണന ഉള്ളതുകൊണ്ട് ആ സമയം അവൻ ഇന്ദുവിനെ ഫോണിൽ വിളിച്ച് സമയം ചെലവിടും. ഭർത്താവുമായി ഡിവോഴ്സ് ആയതാണ് ഇന്ദു. ദിവസങ്ങൾ കഴിയും തോറും അവരുടെ അടുപ്പം വർദ്ധിച്ചു. ഫോൺ വിളികളിൽ അശ്ലീല ചുവന്നിറഞ്ഞ സംസാരങ്ങൾ കടന്നു വന്നു. അനിത ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബാത്റൂമിൽ പോയി ഹരീഷ് ഇന്ദുവിനെ വീഡിയോ കോൾ ചെയ്യുകയും അവളുടെ നഗ്നത കണ്ട് ആസ്വദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അയാൾ ആശ്വാസം കണ്ടെത്തിയിരുന്നത്. ഇരുവരുടെയും അടുപ്പം വർദ്ധിച്ചതോടെ അവർക്ക് തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹം വർദ്ധിച്ചു. അങ്ങനെ ഒരു ദിവസം ഇരുവരും ഹോട്ടൽ റൂമിൽ തമ്മിൽ കൂടണമെന്നും അവർ തീരുമാനിച്ചു. അന്ന് രാവിലെ ഹരീഷ് കുളിക്കാൻ കയറിയ സമയത്ത് ഇന്ദു എന്തോ അത്യാവശ്യ കാര്യം പറയാനായി അവൻ്റെ ഫോണിൽ വിളിച്ചു. കുറേ തവണയായി ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് അനിത ചെന്ന് കോളെടുത്തത്. അവർ തമ്മിൽ കാണാൻ തീരുമാനിച്ചിരുന്ന ദിവസം അന്നായിരുന്നു. രാവിലെ തന്നെ പതിവില്ലാതെ ആരാ വിളിക്കുന്നത് എന്നറിയാൻ വേണ്ടി അനിത ചെന്ന് ഫോൺ എടുത്തു നോക്കി. ഇന്ദു കോളിംഗ് എന്ന് കണ്ടതും ഒരു നിമിഷം അനിതയുടെ ഹൃദയത്തിൽ ഒരു വെള്ളിടി വെട്ടി. താൻ വേറെ ബന്ധം തുടങ്ങിക്കോളാൻ പറഞ്ഞത് കേട്ട് ഭർത്താവ് വേറെ പരസ്ത്രീ ബന്ധത്തിന് വല്ലതും പോയോ എന്ന് അവൾക്ക് സംശയമായി. അനിത തന്നെ ഇന്ദുവിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തു. അവൾ ഹലോ പറയുന്നതിന് മുൻപ് തന്നെ ഇന്ദു ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. ഹരീഷേ, ഞാനിവിടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലുണ്ട്. നീ കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു മടി. ഇന്ദുവിൻ്റെ വാക്കുകൾ കേട്ട് അനിത ഞെട്ടിപ്പോയി. അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ലോക്ക് തുറന്ന് വാട്സപ്പ് എടുത്ത് നോക്കി. ഇന്ദുവിൻ്റെ ചാറ്റ് നോക്കി. ഇരുവരും തമ്മിൽ കുറച്ചു നാളായി ബന്ധം തുടങ്ങിയിട്ട് എന്ന് അവൾക്ക് അതോടെ മനസ്സിലായി. എൻ്റെ ഭാര്യ സെക്സിൽ എന്നെ തീരെ അടുപ്പിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഇന്ദുവിനോട് ഒരു അട്രാക്ഷൻ തോന്നിയത്. എന്തായാലും എൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടാത്തത് എനിക്ക് ഇന്ദുവിൽ നിന്ന് കിട്ടുന്നുണ്ട്. എനിക്കിത് മതി. അവൾ ഈ കുടുംബത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് എന്ന് എനിക്കറിയാം. ഞാൻ അവൾക്ക് വേണ്ടി ഉണ്ണാനും ഉടുക്കാനും ഒക്കെ കൊണ്ടു കൊടുത്തിട്ടും എന്നും പരാതിയും പരിഭവവും മാത്രമേ പറയാനുള്ളൂ. ഞാനും അതുപോലെ ഓഫീസിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഒരിക്കൽ പോലും അവൾ ചിന്തിക്കുന്നില്ല. ശരീരത്തിൻ്റെ ആവശ്യം കൂടി നടക്കാതിരുന്നാൽ
ഞാൻ പിന്നെ എങ്ങനെയാണ് ജീവിക്കുക? അവളെപ്പോലെ വികാരം അടക്കി വെക്കാനൊന്നും എനിക്കറിയില്ല. അതാണ് ഞാൻ ഇന്ദുവിൽ ആകൃഷ്ടനായി പോയത്. എനിക്കിതിലൊരു തെറ്റോ കുറ്റബോധമോ തോന്നുന്നില്ല. ഒരിക്കൽ എൻ്റെ ഭാര്യയോട് ഞാൻ തന്നെ വേറെ പെണ്ണുങ്ങളെ അന്വേഷിച്ചു പോകൂ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പോയിക്കൊള്ളാനാണ് അവൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന്. അതുകൊണ്ട് എന്തെങ്കിലും നമ്മുടെ ബന്ധം അവൾ അറിഞ്ഞാലും എനിക്ക് പേടിയോ വിഷമമോ ഒന്നും തോന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനു തോന്നണം? അതുകൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാം ഇന്ദു. നിന്റെ ആവശ്യവും നടക്കും, എൻ്റെ ആവശ്യവും നടക്കും. തൻ്റെ ഭർത്താവ് ഇന്ദുവിനയച്ച മെസ്സേജ് വായിച്ച് അനിത ആകെ തളർന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. കാര്യങ്ങളൊക്കെ തൻ്റെ കൈവിട്ടു പോയെന്നും ഭർത്താവ് ഇപ്പോൾ അന്യ സ്ത്രീയിൽ സുഖം കണ്ടെത്തുന്നുണ്ടെന്നും വേദനയോടെ അവൾ തിരിച്ചറിഞ്ഞു. ഇനി ഒന്നും പഴയതുപോലെ ആകില്ലെന്നും അനിതയ്ക്കറിയാം. ഇതിങ്ങനെ തുടർന്നാൽ അവസാനം തനിക്കും തൻ്റെ കുഞ്ഞിനും ഹരീഷിനെ നഷ്ടപ്പെടുമെന്ന് അവൾ പേടിയോടെ ഓർത്തു. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ താൻ മാറിയേ പറ്റൂ എന്ന് അനിത തീരുമാനിച്ചു. സ്നേഹം കൊണ്ട് ഹരീഷിനെ പഴയതുപോലെ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് അവൾക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു. ഹരീഷ് കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ അനിത അവൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. ഭർത്താവിൻ്റെ മനസ്സ് മനസ്സിലാക്കാത്തതിൽ അവൾ ക്ഷമ ചോദിച്ചു. ഇന്ദുവായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ അവൾ കരഞ്ഞു പറഞ്ഞു. അനിതയുടെ കരച്ചിൽ കണ്ട് ഹരീഷിൻ്റെ മനസ്സലിഞ്ഞു. അവൻ ഭാര്യയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.